ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാമിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. മലയാളം ക്ലാസ്സിലെ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മീനോളം എന്ന് പറയുന്ന ഒരു നാടകമാണ്. നമ്മൾ ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം എന്ന് പറയുന്ന നാടകമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. അല്ല കുഞ്ഞു മക്കളെ, നമുക്ക് നാടകം എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമാണോ? കവിത പോലെ, കഥ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റിയ ഒന്നാണോ മാഷേ നാടകം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അല്ലേ? എന്നാ മാഷേ എപ്പോഴും ക്ലാസ്സിൽ പോയ നാടകം പഠിക്കണം, ആ ടീച്ചറാണെങ്കിൽ നാടകം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ പറയും, എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ നാടകം പഠിക്കാൻ എന്ന് പറയുന്ന മക്കളാണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നാടകം ജയപ്രകാശ് കുളൂരിൻ്റെ നാടകം എന്താണ് മക്കളെ? മീനോളം എന്ന് പറയുന്ന ഈ നാടകം നമ്മുടെ ആത്മാവിൽ അടിഞ്ഞു തേരേണ്ടുന്ന, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാനായി വരുന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്ന, അന്വേഷണാത്മകമുള്ള, സംശയം വേണ്ട, നല്ല വിദ്യാർത്ഥി ലക്ഷണമുണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ നാടകമാണ് അല്ലേ? ജയപ്രകാശ് കുളൂരിൻ്റെ ഈ നാടകം നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോവുകയാണ്. സുന്ദരമായ നാടകമാണ്. ഇതൊരു അമ്മയും മീനും തമ്മിൽ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളോട് കൂടിയ ഒരു കൊച്ചു നാടകമാണ് കുഞ്ഞുമക്കളെ. 7ാം ക്ലാസ്സിലെ മക്കളെ, നിങ്ങൾക്കൊരു മടുപ്പും വരാതെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചിട്ട് പോകാം അല്ലേ? ആ പാട്ട് കേട്ടു നിങ്ങൾ? നല്ല രസമാണ്. വിജയിൻ്റെ സിനിമയാണ് തെറി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ആ സിനിമയിലെ പാട്ട് പോലെ വിജയും കുട്ടിയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്ന പോലെ നമുക്ക് 7ാം ക്ലാസ്സിലെ മക്കളും ഞാനും തമ്മിൽ, ഞാനും 7ാം ക്ലാസ്സിലേക്ക് ഇറങ്ങി വരാം. ഞാനിപ്പോൾ 7ാം ക്ലാസ്സായേ, ഞാനും നിങ്ങൾ 7ാം ക്ലാസ്സാണേ. ഓക്കെ, ഇപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു ക്ലാസ്, ഈ മീനോളം എന്ന് പറയുന്ന നാടകം അത്രയും ഇഷ്ടത്തോടു കൂടി, താല്പര്യത്തോടു കൂടി, രസമായിട്ട് പഠിച്ചു പോകാം അല്ലേ? ഓക്കെ, കൂട്ടായ്മയുടെ കലയാണ് നാടകം അല്ലേ? കൂട്ടായ്മയാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സാമൂഹിക അവസ്ഥകളോട് സംവദിച്ചും കലഹിച്ചുമാണ് നാടകത്തിൻ്റെ വളർച്ച. ഇപ്പോൾ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളോട് എതിർത്തും അതിനോട് പോരാടിയും നാടകം ഇങ്ങനെ വളർന്നു വരികയാണ്. കേരളത്തിൽ കുട്ടികളുടെ നാടകവേദി സജീവമാണ് അല്ലേ? ബാലനാടകമുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നാടകമുണ്ട് കേട്ടോ, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ചിലപ്പോൾ നിങ്ങൾ 10ലെത്തുമ്പോൾ സിലബസ് ആണെങ്കിൽ ആ നാടകം നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ്, കേരളത്തിലെ കുട്ടികളുടെ നാടകവേദി സജീവമാണ്. ഇപ്പോൾ കുട്ടികൾക്കും നാടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ നാടകമാണ്, ഒരു ബാലനാടകമാണ് നമ്മൾ പഠിക്കുന്ന മീനോളം എന്ന് പറയുന്ന ഈ ചെറിയ നാടകം. കടലാഴങ്ങളിൽ നിന്ന് പുതുവാനങ്ങൾ തേടുന്ന കഥാപാത്രങ്ങൾ. ഇപ്പോൾ കടലാഴങ്ങളിൽ 2 മീനുകൾ അല്ലേ? 2 മീനുകൾ കഥാപാത്രങ്ങളായി ഈ നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരമ്മയും പിന്നെ കുട്ടിയും. അമ്മയും കുട്ടിയും കഥാപാത്രമായി വരുന്ന ഒരു കുഞ്ഞു നാടകമാണ് 2 മീനുകൾ എന്ന് പറയുന്ന നാടകം. പഠിച്ചാലോ? സെറ്റാക്കാം മക്കളെ. ഓക്കെ, 2 മീനുകളെ കണ്ടോ? എന്ത് ഭംഗിയാലേ? ഈ 2 മീനുകൾ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. കടല 1ാം രംഗം, ആദ്യത്തെ രംഗം എന്ന് പറയുന്നത് എന്താണ്? കടലാണ് അല്ലേ? കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ല മകളല്ലേ കണ്ടത്, കരയല്ല കടലല്ല കണ്ടത്, കരളിൻ്റെ മക്കളാ കടലിൻ്റെ എന്ന് പറയുന്ന പോലെ കടലാണ് 1ാം രംഗം എന്ന് പറയുന്നത്. ആഴക്കടലിലാണ് രംഗം. അവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ ഒരുപാട് കടൽ ജീവികളുണ്ട്. ഈ ആഴക്കടലിൽ ഒരുപാട് കടൽ ജീവികൾ എന്തൊക്കെ ഉണ്ടാവും മക്കളെ? അയില, മത്തി, കാരി, കൂരി, കണവ, കിളിമീൻ, കൂരി, കരുമി, കറ്റവാഴ, പ്രാരി, ചെറുക്, അയക്കൂറ, നെത്തോലി, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടാവും. നിങ്ങളെ പാട്ട് കേട്ടിനോ? അയില, മത്തി, കാരി, കൂരി, കണവ, കിളിമീൻ, കൂരി, കരിമീൻ, കറ്റവാഴ, പ്രാരി, ചെറുക്, അയക്കൂറ, നെത്തോലി. അതേപോലെ ഒരുപാട് മീനുകളുണ്ട് ഇവിടെ ഈ കടലിൻ്റെ ആഴങ്ങളിൽ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ അമ്മ പറയുന്ന കുറച്ച് മീനുകൾ ലിസ്റ്റ് ഉണ്ട്, അതുകൂടി നമുക്ക് പഠിക്കാട്ടോ. അപ്പം കടലാണ് നമ്മുടെ നാടകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കടലിലാണ് ഈ രംഗം ആരംഭിക്കുന്നത്. ആഴക്കടൽ, അവിടെ ഒരുപാട് കടൽ ജീവികളുണ്ട്. കടലിൽ ഒരുപാട് കടൽ ജീവികളുണ്ട് എന്ന് കാണാം. അവർക്കിടയിൽ 2 കഥാപാത്രങ്ങളാണ്, ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും. അപ്പോൾ അതിനുള്ളിൽ 2 കഥാപാത്രങ്ങളുണ്ട്, ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയുമുണ്ട്. അപ്പോൾ കടലിനുള്ളിൽ 2 കഥാപാത്രങ്ങളാണ് എന്ത് മക്കളെ? നമ്മുടെ നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായ കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും. കുഞ്ഞുമീൻ ആലോചിക്കുകയാണ്. ഒരു ദിവസം ഈ കുഞ്ഞുമീൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തോ ഒന്ന് കുഞ്ഞുമീൻ ആലോചിക്കുന്നുണ്ട്. എന്നാണ് അമ്മ ആലോചിക്കുന്നത്. അമ്മ മീൻ ആലോചനയിലാണ്ട കുഞ്ഞുമീനിനെ ശ്രദ്ധിച്ച് നോക്കുന്നു. അമ്മ ഇങ്ങനെ ആ കുഞ്ഞുമീൻ ഇങ്ങനെ നോക്കി, എന്താപ്പാ ഇവൻ കാര്യമായിട്ട് ചിന്തിക്കുന്നേ അല്ലേ? അപ്പോൾ കടലിൻ്റെ അടിയിൽ ഒരു അമ്മ മീനും ഉണ്ട്, ഒരു കുഞ്ഞുമീനും ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുമീൻ എന്തോ ഒന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ എല്ലാം അടുത്തു പോയിട്ട് ചോദിച്ചു, നീ എന്തേ ചിന്തിക്കുന്നേ എന്ന് ചോദിച്ചു അല്ലേ? കുഞ്ഞുമീൻ, അമ്മേ
അമ്മ എന്താ കുഞ്ഞേ എന്ന് വിളിച്ചു. കുഞ്ഞ് അമ്മേ എനിക്ക് കുറേ നാളായി ഒരു സംശയം അല്ലേ. കുഞ്ഞുമീൻ പറയാണ് അമ്മേ എനിക്ക് കുറേ നാളായിട്ടില്ലേ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അമ്മ കുറേ നാളുകളോ? അതിന് നീ മുട്ടേനെ വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ അല്ലേ. അമ്മ ആട്ടെ കുറേ നാളുകളോ? നിന്നെ ഇപ്പല്ലോ നീ മുട്ടേന്ന് വിരിഞ്ഞേ, ഇപ്പോഴേക്കും നിനക്ക് ഒരുപാട് നാളുകളായോ? കുഞ്ഞ് പറഞ്ഞ് അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ. അമ്മയേക്കാൾ വളരെ വളരെ പിറകോട്ടാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത്. അമ്മ അല്ലെങ്കിലും നീ അങ്ങനെ, നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ലേ, നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ല എന്ന് അമ്മ പറഞ്ഞു. കാരണം ഒരുപാട് സംശയമുള്ള ഒരു കുട്ടിയാണ് ഈ അമ്മയ്ക്ക് കുഞ്ഞുമീൻ എന്ന് പറയുന്നത്. ആ കുഞ്ഞുമീന് ഭയങ്കര സംശയമാണ്. മക്കളെ ഈ സംശയം നല്ല വിദ്യാർത്ഥികളുടെ ലക്ഷണമാണ് എന്നാ പറയണേ. നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, നടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് സംശയം ഉണ്ടാകണം. ആ സംശയത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയുള്ളതാകണം നമ്മുടെ ജീവിതം. ഓരോ സംശയങ്ങളും ഓരോ നല്ല വിദ്യാർത്ഥി ലക്ഷണമാണ്. അന്വേഷിക്കണം, ഉത്തരം കണ്ടെത്തണം. അതാണ് ഈ പാഠം നമ്മോട് പറയുന്നത്. നമ്മൾ ഈ കുഞ്ഞുമീനിനെ പോലെ സംശയങ്ങളോടെ അന്വേഷണത്തോടെ വിദ്യാഭ്യാസം കൊണ്ടുപോയി ഉത്തരത്തിലെത്തണമെന്ന് പറയുന്നു. കുഞ്ഞ് അതോ അമ്മയുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നെ പോലെ അല്ല എന്നാണോ അല്ലേ. എന്നെപ്പോലെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഞാനെന്ന് ഈ കുഞ്ഞുമീൻ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പം അമ്മ വേണ്ട നിൻ്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. അല്ല അമ്മ പറഞ്ഞ് വേണ്ട കേട്ടോ, നിൻ്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് അമ്മ പറയാണ്. കുഞ്ഞ് അപ്പം എങ്ങനെയാ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക അല്ലേ. കുഞ്ഞ് പറഞ്ഞു ഈ അമ്മ എന്നാ ഇങ്ങനാ, ഈ അമ്മയോട് ഒന്നും ചോദിക്കാൻ പറ്റൂല. ഈ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ അപ്പം എന്നെ കളിയാക്കും. ഞാൻ എങ്ങനെയാ അമ്മയോട് ഇതൊക്കെ ചോദിക്കുക? അമ്മ ഞാൻ പറയുന്നത് കേൾക്കാം അമ്മേ എന്നാര് പറയാണ്? ഈ കുഞ്ഞുമീൻ പറയാണ്. അപ്പം എങ്ങനെയാ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക? ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ. എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത്, അല്ലെങ്കിൽ ചോദ്യം മലിനം, കുസൃതി, തോന്നിയാസം അല്ലേ. അമ്മ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ എങ്ങനെ അമ്മയോട് ചോദ്യം ചോദിക്കാമെന്ന് ആ കുഞ്ഞുമീൻ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ അല്ല, നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണാക്കുവാണ് കുഞ്ഞു അല്ലേ, നീ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ തലച്ചോറ് പുണ്ണാക്കുമെന്ന് അമ്മ മീനിനോട് ചോദിച്ചു. കുഞ്ഞ് അല്ല, എൻ്റെ തലയിലെ പുണ്ണ് മാറാൻ നോക്കാം അല്ലേ. എൻ്റെ തലയിൽ ഒരുപാട് പുണ്ണുണ്ട് അമ്മേ. ആ സംശയങ്ങളുടെ വലിയ ചൊറിയുണ്ട്, അതെനിക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, എൻ്റെ സംശയത്തിന് ഉത്തരം അമ്മ പറഞ്ഞു തരണമെന്ന്. അമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ, നിൻ്റെ സംശയമാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിൻ്റെ സംശയം ഇപ്പോഴത്തെ പ്രശ്നം, നീ ചോദിക്കുമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞു. കുഞ്ഞ് അതിലൊരു സംശയമില്ല. അമ്മ എന്താ നിൻ്റെ പ്രശ്നം? കുഞ്ഞ് പറഞ്ഞ് എന്താണ് അമ്മേ കടൽ? അമ്മ ചോദിക്കുകയാണ് എന്താ നിൻ്റെ പ്രശ്നം, നിൻ്റെ സംശയം എന്താണ്? കുഞ്ഞിന് സംശയം ഇതാണ്, എന്താണ് അമ്മേ കടൽ? കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കുട്ടി ചോദിക്കുകയാണ് അമ്മയോട്. അമ്മ കടൽ എന്താന്നോ? എടാ നീ കടലിലല്ലേ പൊട്ട ജീവിക്കുന്നത്, അപ്പോൾ കടൽ എന്താ ചോദിക്കാൻ വേണ്ടി? അമ്മ ചോദിക്കുകയാണ് കടൽ എന്താന്നോ? കുഞ്ഞ് അതെ. അമ്മ മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ, എന്നിട്ടും ചോദിക്കുക നീ എന്താണ് കടലെന്ന്? കഷ്ടം അല്ലേ. അമ്മ പറയാം മുട്ടയിട്ട് ജീവിക്കുന്നതല്ല കടലില്ല, പിന്നെ എന്തിനു ചോദിക്കുന്നേ? കുഞ്ഞ് ആർക്കാണ് അമ്മേ കഷ്ടം? പറഞ്ഞുതാ എന്താണ് ഈ കടൽ? കടൽ എന്താന്ന് വെച്ചാൽ അമ്മയൊന്ന് പറഞ്ഞതാന്ന് കുട്ടി പറയാണ്. കുഞ്ഞുമീൻ അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ കുഞ്ഞേ ഇതാ ഈ കാണുന്നത് തന്നെയാണ് കടൽ, നീയും ഞാനും ഉള്ള ഈ വെള്ളമാണ് കടലെന്ന് അമ്മ പറഞ്ഞു. കുഞ്ഞ് അപ്പം കാണാത്തതൊന്നും കടലല്ലേ? നമ്മൾ കാണുന്നത് മാത്രമാണോ അമ്മേ കടലേ? നമ്മൾ കാണാത്തതൊന്നും കടലല്ലേ എന്ന് കുട്ടി ഈ അമ്മയോട് ചോദിച്ചു. അമ്മ നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ച് അടങ്ങൂ അല്ലേ കുഞ്ഞു? അമ്മ പറയാണ് നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ച മതിയാവും അല്ലേ നിൻ്റെ ഓരോ സംശയങ്ങൾ? അമ്മ കുഞ്ഞുവിനെ ശകാരിച്ചു. കുഞ്ഞ് പറഞ്ഞു താ അമ്മേ എന്താണ് ഈ കടൽ എന്ന് വെച്ചാൽ പറഞ്ഞു താന്ന് കുട്ടി അമ്മയെ വിളിച്ച് ചോദിക്കുകയാണ്. അമ്മ നിനക്കുത്തരം പറയാൻ എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്, നാളെ പറഞ്ഞു തരാമല്ല. അമ്മ പറയാണ് നിനക്കുത്തരം പറയാൻ എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ നാളെ നിനക്കിതിന് ഉത്തരം പറഞ്ഞു തരാമെന്ന് അമ്മ പറഞ്ഞു കുട്ടിയോട്. കുഞ്ഞ് നാളെ അമ്മേ ഇന്നത്തെ കടലായിരിക്കുമോ നാളെ അല്ലേ? അമ്മയോട് കുഞ്ഞ് ചോദിക്കുകയാണ് അമ്മേ
അമ്മ നാളെ പറഞ്ഞു വന്നേനെ. ഇന്നത്തെ കടലാണോ അമ്മേ നാളെ എന്ന ചോദ്യം കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ അയ്യോ അയ്യോ നീ ഒന്ന് മിണ്ടാതിരിക്കോ, എൻ്റെ അമ്മ എന്ത് ചോദ്യം നീ ചോദിക്കുന്നേ, ഇന്നത്തെ കടലാണോ നാളെയാന്നാ, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കോ എന്ന് പറഞ്ഞ് അമ്മക്ക് ഉത്തരമില്ല ഈ കുട്ടി മീനിൻ്റെ ചോദ്യങ്ങൾക്കോട്. ഈ അമ്മ ആ കുട്ടിയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കുഞ്ഞിനോട്. കുഞ്ഞിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നീന്തി. അവിടെ കണ്ട മീനുകളോടെല്ലാം രഹസ്യമായി കുഞ്ഞു മീനിൻ്റെ സംശയങ്ങൾ ചോദിച്ചു. അമ്മ പോകുന്ന വഴി അവിടെ കണ്ട മീനുകളോടെല്ലാം അമ്മ സംശയം ചോദിക്കുകയാണ്. ഈ കുഞ്ഞുമീൻ ചോദിച്ചത് എന്താണ് കടലെന്ന് അവിടെ കാണുന്ന എല്ലാ മീനിനോടും അമ്മ ചോദിച്ചു. കുശുകുശുക്കലും പിറുപിറുക്കലും സ്ഥാനത്തും അസ്ഥാനത്തും അമ്മ മീനിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവങ്ങൾ, നിരാശ, സങ്കടം, ഉദ്വേഗം, ഭീതി, അങ്ങനെ ഒടുവിൽ തളർന്ന് നീന്തി കുഞ്ഞിൻ്റെ പക്കലെത്തി. വീണ്ടും അമ്മ കുഞ്ഞിൻ്റെ പക്കലെത്തി, അടുത്തെത്തി. കുഞ്ഞ് ഉത്തരം കിട്ടിയോ അതോ ഉത്തരം മുട്ടിയോ? അമ്മക്ക് ഉത്തരം കിട്ടിയോ? കടലെന്താ ഉത്തരം കിട്ടിയോ? അമ്മക്ക് ഉത്തരം മുട്ടിയോ? കുഞ്ഞി അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ നിൻ്റെ സംശയം പലരുമായി ഞാൻ പങ്കിട്ടു. കുഞ്ഞ് നിന്റെ സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം പറഞ്ഞു. അപ്പം അയില മീനില്ല, അയില പറഞ്ഞു അയില വറുത്തതുണ്ട് കരിമീൻ പൊറുത്തതുണ്ട്. അതേപോലെ അയിലയിലെ അയിലമീൻ പറഞ്ഞു, അയിലക്കൂട്ടങ്ങൾ പറഞ്ഞു കുഞ്ഞിൻ്റെ സംശയം ന്യായമാണെന്ന്. പക്ഷെ അവർക്ക് ഉത്തരവില്ല. ഇത്തരം സംശയങ്ങളെല്ലാം സംശയമെന്ന് അന്യായമെന്ന് ആവോലിക്കൂട്ടം പറഞ്ഞു. ആവോലി മീൻ പറഞ്ഞു ഇത് സംശയം, ഇത് വേണ്ട, ആ ചക്കന് നല്ല അടി കൊടുക്കണം. ആവോലി മീൻ പറഞ്ഞു നിനക്ക് പ്രാന്താണെന്ന് കോരയും ഏട്ടയും പറഞ്ഞു. കോരയും ഏട്ടയും പറഞ്ഞ മീൻ പറഞ്ഞു ഈ മീനിന് പ്രാന്താണെന്ന് പറഞ്ഞു. ഉത്തരം തേടിപ്പോയപ്പോൾ പണ്ടും ഉണ്ടായിരുന്നുവെന്നും നെത്തോലി കൂട്ടം. നത്തോലി പറഞ്ഞു ഇതിനുത്തരം പണ്ടുള്ള ആൾക്കാരും തേടിപ്പോയിരുന്നു. നത്തോലി കൂട്ടങ്ങൾ പറഞ്ഞു. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും പറഞ്ഞു. എന്നാൽ ഈ കടൽ എന്താണെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കണ്ടെത്താൻ പോയ ആരും തന്നെ തിരിച്ചു വന്നില്ല എന്ന് മുള്ളനും സ്രാവും മറുപടി പറഞ്ഞു. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. എന്നാൽ തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘവും മറുപടി പറയാണ്. അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും പറഞ്ഞു. എന്നാൽ നെന്മീനും ചെമ്മീനും ഉത്തരമില്ല. അപ്പം ഇവർ കാണുന്ന ഓരോ മീനിനോടും ഈ അമ്മ ചോദിച്ചു, ഈ കുഞ്ഞ് ചോദിച്ച ചോദ്യം എന്താണ് കടലെന്ന്. അപ്പോൾ ഒരു മീനിന് ഉത്തരവില്ല. സ്രാവിന്, ആവോലിക്ക്, അയക്കുറക്ക്, നത്തോലിക്ക്, അയലമീനിന്, മത്തിക്ക്, തിരണ്ടിക്ക്, ചെമ്മീന്, നെയ്മീന്, മുള്ളന് ഒന്നിനും ഉത്തരവില്ല എന്താണ് കടൽ എന്ന്. ഈ കുട്ടിക്ക് അറിയേണ്ട ചോദ്യം കടൽ എന്താണെന്ന. ഒരാൾക്കും കടൽ അറിയില്ല എന്താണ് ഉത്തരമെന്ന്. മീനുകളെമ്പാടും ഉണ്ടേ ഈ കടലിലും. ഈ കടലിൽ എത്തും പുഴയിലും കായലിലും. കേട്ടറിവുള്ള കുളത്തിലും കിണറ്റിലും തടാകത്തിലും തോട്ടിലും ഉണ്ടത്രേ തരാതരം മീനുകൾ അല്ലേ. ഈ കടലിലും ചുറ്റും എന്തുണ്ട് മീനുകളുണ്ട്. പക്ഷെ ഒരു മീനിനും എന്തറിയില്ല മക്കളെ, എന്തറിയില്ല കടൽ എന്താണെന്ന കുഞ്ഞിയുടെ ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞ് അതും ഇതും പറഞ്ഞ അമ്മ വിഷയം മാറ്റല്ലേ. അമ്മ വിഷയം മാറ്റല്ല, കടൽ എന്താന്ന് പറഞ്ഞു താ എൻ്റെ അമ്മേ. അമ്മ വിഷയം മാറ്റാണ്ട് കടൽ എന്താന്ന് പറഞ്ഞു താ അമ്മയെന്ന് കുഞ്ഞു മീൻ ആരോടെ ചോദിച്ചു? അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് അറിവ് ഒട്ടുമില്ലെന്നറിയാം. കണ്ടമാനം കാണാത്ത മാനങ്ങളുണ്ടെന്നും അറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും അറിയാം. ഇപ്പറഞ്ഞത് നിനക്കിനിയും ബോധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം. ഉത്തരമില്ല കടലിന് ഉത്തരം തേടി. അമ്മ പറയാണ് നീ അലഞ്ഞു പോ, നീ ഉത്തരം തേടിപ്പോ. കടൽ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിൻ്റെ യാത്രയാകട്ടെ. അങ്ങനെ നിൻ്റെ അന്വേഷണം, നിൻ്റെ സംശയത്തിനുള്ള അന്വേഷണമാകട്ടെ നിൻ്റെ യാത്ര എന്ന് ആ അമ്മ ആ മീനിനോട് പറഞ്ഞ് മീൻ യാത്രയാവുകയാണ്. കുഞ്ഞ് അമ്മയും ഒപ്പം വരുമോ? ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ പോവുക എല്ലാ സ്ഥലത്തേക്കും. അമ്മ എൻ്റെ കൂടെ വരിക എന്ന് ആര് ചോദിച്ചു? ഈ കുഞ്ഞു മീൻ അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു എന്താ പറയുക, അമ്മയ്ക്ക് ഈ ഇവിടം വിട്ട് നിൻ്റെ ഒപ്പരം വരാനാവില്ല. മക്കൾ വേറെയും ഇല്ല എനിക്ക്, അവരെയെല്ലാം കാക്കണ്ടേ, ഓരോ വഴി കാക്കണ്ടേ. കുഞ്ഞ് നീ ഒറ്റക്ക് പോയിട്ട് വാ, എനിക്ക് മക്കളുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, നിൻ്റെ സഹോദരന്മാരുണ്ട്, അപ്പോൾ നീ ഒറ്റക്ക് പോയി കടൽ എന്താണെന്ന് പറഞ്ഞിട്ട് വാ എന്ന് അമ്മ ആ കുട്ടിയെ പറഞ്ഞു വിടുകയാണ് കടൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം ഇനി മണ്ടത്തരമാണെന്നാകിലും അമ്മയുടെ മണ്ടയിൽ കേറാത്തരമാണേലും കുഞ്ഞെ നിന്നെ ചൊല്ലി പെരുത്ത അഭിമാനമുണ്ട് അമ്മയ്ക്ക് അല്ലേ. നിനക്ക് ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും അമ്മ നിന്നെ ഉമ്മ വയ്ക്കും തിരിച്ചു വരുമ്പോൾ. എന്തായാലും നീ പോയതിനൊന്നും നടന്നില്ലെങ്കിലും നിന്നെക്കുറിച്ച് അമ്മയ്ക്ക് അഭിമാനമുണ്ട്. കാരണം നിനക്ക് സംശയമുണ്ട്, അറിവ് വേണം, നിനക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മക്കൾ നിനക്ക് മാത്രമാണ് സംശയം, ഈ വലിയ സംശയം. അപ്പം നിൻ്റെ അറിവിന്, നിൻ്റെ അന്വേഷണയ്ക്ക് അമ്മ അഭിമാനത്തോടെ ചിന്തിക്കും. എല്ലാവരോടും പറയും എൻ്റെ കുട്ടി ബ്രില്യൻ്റ് ആണ്, അവൻ അഭിമാനത്തോടു കൂടി ഉത്തരത്തിന് വേണ്ടി ഇറങ്ങിയതാണെന്ന്. ചോദ്യമില്ലെങ്കിൽ ആദ്യം അന്ത്യാന്തത്തിൽ ഒതുങ്ങില്ലേ വർത്തമാനം അല്ലേ. ചോദ്യങ്ങളാണ് ഓരോന്നിനും, ചോദ്യങ്ങളിലാണ് ലോകമുണ്ടായത്. അങ്ങനെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയ ലോകത്തെക്കുറിച്ചാണ്
കണ്ടെത്തലുകളിലൂടെ കടന്നുപോയ ലോകത്തെക്കുറിച്ചാണ്, അന്വേഷിക്കുന്ന സംശയമുള്ള ലോകത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം പറയുന്നത്. ഭാവിയിലും കടൽ ഇതൊക്കെ തന്നെയാണെന്ന് ഉറപ്പാണെങ്കിൽ ഒടുങ്ങില്ലേ ഈ കടലും കടലിനുള്ളിലുള്ള സകലതും. ഇഷണം നേരറിയാൻ നേരമായി. ഇപ്പം കടൽ എന്താണെന്ന് നേരറിയാൻ, സത്യമറിയാൻ സമയമായി എന്ന് പറഞ്ഞ് കുഞ്ഞ് യാത്രയായി. വെറും വർത്തമാനം നിർത്താനും നേരമായി. പോയി വരൂ അമ്മയുടെ പുന്നാരെ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തങ്ങിൻ തേങ്ങാക്കൊത്തല്ലേ ചിരിക്കുമ്പോൾ പെണ്ണേ നീ എന്ന് പറഞ്ഞ പോലെ പുന്നാരെ നീ പോയി കടൽ എന്താണെന്നതിൻ്റെ ഉത്തരം കണ്ടെത്തി വരാൻ വേണ്ടി അമ്മ തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ്. തളരാതെ ഒഴുക്കിനെതിരെ നീന്തി വരൂ കുഞ്ഞേ, നീ ഒഴുക്കിനെതിരെ നീന്തി കടൽ എന്താണെന്ന് കണ്ടുപിടിച്ച് തിരികെ വന്ന് എന്നോട് പറയൂന്ന് പറഞ്ഞ് അമ്മ മീനിനെ പറഞ്ഞു വിടുകയാണ്. കുഞ്ഞ് നീന്തി അകന്നുപോയി. ആ ചെറിയ മീൻ നീന്തി ദൂരേക്ക് പോവുകയാണ്. അമ്മ വിരഹവേദനയാലോ ആനന്ദാതിരകത്തിലാലോ കണ്ണീർ വാർത്ത് കടലിലായതിനാൽ നമ്മൾ കണ്ടില്ല മീൻ കുഞ്ഞും. അപ്പോൾ ആ മീൻ ഇങ്ങനെ ഒഴുകിപ്പോയി. കടൽ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി. അപ്പോൾ രണ്ടാം രംഗം എത്തിയല്ലേ. ഇത് രണ്ടാമത്തെ രംഗമാണ്. രണ്ടാമത്തെ രംഗത്ത് എന്താ പറയുന്നത്? ആദ്യ രംഗം തന്നെ പോയി തിരിച്ചു വന്ന മീൻ വലുതായിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, മീൻ വലുതായി തിരിച്ചു വന്നു. അമ്മ മീനിന് വയസ്സുമായി, പ്രായാധിക്യം കൊണ്ട് ശരീരം ശോഷിച്ചിരുന്നു. അപ്പോഴേക്കും ആ മകൻ വലുതായി തിരിച്ചു വരുമ്പോഴേക്കും ആ അമ്മ മീൻ വയസ്സായി, പ്രായമായി, ക്ഷീണിച്ചിരിക്കുന്നു. അമ്മ ആരാ? കുഞ്ഞ്. ഞാനാ. അമ്മ കുഞ്ഞേ നിനക്ക് ഉത്തരം കിട്ടിയോ? നീ കടൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതല്ലേ, നിനക്ക് ഉത്തരം കിട്ടിയോടാ? കടൽ എന്താണെന്ന് ചോദിച്ചു നിനക്ക് ഉത്തരം കിട്ടിയോ എന്ന് അമ്മ തൻ്റെ മകനോട് ചോദിച്ചു. ഒരുപാട് നാലിന് ശേഷം തിരിച്ചു വന്ന തൻ്റെ മകനോട് അമ്മ ചോദിക്കുകയാണ്, നിനക്ക് ഉത്തരം കിട്ടിയോ എന്ന്. കുഞ്ഞ് ആദ്യം കടലൊക്കെ നീന്തി അറ്റം കാണാതെ വലഞ്ഞു തളർന്നു പോയപ്പോൾ കടലിനടിയിലെത്തി അല്ലേ. ഞാൻ ഒരുപാട് ദൂരം നടന്നു പോയമ്മേ. അങ്ങനെ ഒരുപാട് ദൂരം ഞാൻ നീന്തി കടലിൻ്റെ അടിയിലെത്തി. തലയ്ക്ക് കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തി. എവിടെയും എത്താനില്ലെന്നും തോന്നി. പിന്നെ നെടുങ്ങനെ നീന്തി. അപ്പോൾ ഉത്തരം മുട്ടുന്നുമെന്ന് തോന്നിയ നേരം മുറിച്ചു വെളിയിലെത്തി അല്ലേ. ഞാൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് നീന്തിപ്പോയമ്മേ. കടലിൻ്റെ ആഴങ്ങൾ ഞാനെത്തി. കടൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ കണ്ടില്ല, ഉത്തരം കിട്ടിയില്ല. കടൽ എന്താണെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല അമ്മയെന്ന് ആ കുഞ്ഞു മീൻ ആരോട് പറയാണ്? അമ്മയോട് പറയാണ്. അമ്മ കടലിന് വെളിയിലോ? നീ കടലിൻ്റെ ആഴത്തിലല്ലേ പോയേ, കടലിൻ്റെ വെളിയിൽ നീ പോയോ, പുറത്ത് പോയോ എന്ന് ചോദിച്ചു. കുഞ്ഞ് അതെ, ഞാൻ കടലിൻ്റെ പുറത്തും പോയമ്മേ. കടൽ എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടി. അമ്മ കടലിനും അപ്പുറത്ത് നീ പോയി, കടലിൻ്റെ പുറത്തും നീ പോയി? അമ്മ ചോദിച്ചു അത്ഭുതത്തോടെ. കുഞ്ഞ് അതെ അമ്മേ, ഞാൻ കടലിൻ്റെ ആഴത്ത് മാത്രമല്ല കടലിൻ്റെ അപ്പുറം കടലിൻ്റെ പുറത്തും പോയി ഞാൻ നോക്കിയെന്ന് ആ കുഞ്ഞു മീൻ അമ്മയോട് ആകാംക്ഷയോടെ, ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ, അഭിമാനത്തോടെ പറയുകയാണ്. അമ്മ എന്നിട്ട് നീ എന്ത് കണ്ട് അല്ലേ? നീ കടലിൻ്റെ പുറത്ത് പോയില്ലേ, എന്നിട്ട് നീ എന്ത് കണ്ട് അല്ലേ? കുഞ്ഞ് മാനം കണ്ടു. മാനം? കുഞ്ഞ് അതെ അമ്മ, കണ്ടമാനം. തമാശ പോലെ കണ്ടമാനം. മാനം കണ്ടു, ആകാശം കണ്ടു അമ്മ ഞാൻ അല്ലേ. ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാൾ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി എന്ന പാട്ട് കേട്ടിട്ട് അതേപോലെ എന്താണ് അമ്മ ചോദിച്ചു, നീ എന്ത് കണ്ടു? ഞാൻ കടലിൻ്റെ പുറത്ത് പോയമ്മേ, ഞാൻ ആകാശം കണ്ടു, പുറത്തെ കാഴ്ചകൾ കണ്ടു എന്ന കുഞ്ഞുമീൻ പറയുകയാണ്. കുഞ്ഞ് അതെ, കടൽ മൊത്തം മൂടുന്ന മാനം, ആ വലിയ ആകാശം ഞാൻ കണ്ടു. നമ്മളാരും ഇന്നേ വരെ കാണാത്ത മാനം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മറ്റു കടലിലെ ജീവികൾ കാണാത്തൊരു കാഴ്ച ഈ കുഞ്ഞുമീൻ കണ്ടു യാത്രകളിലൂടെ. മക്കൾ, ഈ പാഠഭാഗം നിങ്ങളോട് പറയുന്ന ഇത്ര യാത്രയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിരിക്കാതെ യാത്ര ചെയ്യുക, പഠിച്ച് ജോലിയാക്കി ലോകം കാണുക. അവിടെ സുന്ദരമായ ലോകം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ ലോകത്തിൽ പോയി നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളെ വലിയ ലോകം എന്താണ്, ഈ മീൻ കടൽ എന്താണെന്ന് കണ്ട പോലെ നിങ്ങൾ ഭൂമി എന്താണ്, ലോകം എന്താണെന്ന് കാണണം കേട്ടോ. അതാണ് ഈ പാഠം നിങ്ങളോട് പറയുന്നത്. മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം, മിന്നും താരക മീനുകളുള്ള മാനം, അല്ല നക്ഷത്രങ്ങളുള്ളൊരു മാനം ഞാൻ കണ്ടു എന്ന് മീൻ പറഞ്ഞു. പക്ഷേ അമ്മേ, ഇത്തിരി നേരമേ അവിടം കഴിയാൻ കഴിഞ്ഞുള്ളൂ. അമ്മേ, എനിക്ക് കുറച്ചു നേരം മാത്രമേ അവിടെ കഴിയാൻ കഴിഞ്ഞുള്ളൂ. കാരണം എന്താ? അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടി അമ്മേ. ഉള്ള നേരം കൊണ്ട് ചില നേരു തിരിഞ്ഞു അല്ലേ. ഉള്ള നേരം കൊണ്ട് ചിലർക്ക് നേരുത്തി തിരിഞ്ഞു. കുറച്ച് സത്യങ്ങൾ മനസ്സിലായി. ഉള്ളതിന് ആഴമെന്ന പോൽ പരപ്പമുണ്ടെന്നറിഞ്ഞു.
അല്ലേ? ഈ ആഴം കടലുള്ള പോലെ വിസ്തൃതമാണ് ഈ ലോകമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് ഈ കുഞ്ഞുമീൻ പറയാണ്. കടൽ ഉൾക്കൊള്ളാൻ കടപ്പുറമുണ്ടെന്ന് അറിഞ്ഞു, വലിയ കടൽപ്പുറമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അല്ലെ? ആകാശമുണ്ടെന്ന്, നക്ഷത്രമുണ്ടെന്ന്, ഈ കടലിനും അപ്പുറത്ത് ലോകം ജീവിതവും ഉണ്ടെന്ന്, ഈ കടലിൻ്റെ അപ്പുറത്ത് വലിയ കടൽ തീരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അമ്മേ. അതിനെ സഹായിച്ചെൻ്റെ സംശയമാണ്, എൻ്റെ സംശയമാണ് എനിക്ക് അനുഭവങ്ങളും അനുഭൂതികളും കിട്ടിയതെന്ന് ഈ കുഞ്ഞുമീൻ പറയുകയാണ്. കടൽ ഉൾക്കൊള്ളാൻ കടപ്പുറമുണ്ടെന്നറിഞ്ഞു, എന്നിട്ടും ഞാൻ അറിഞ്ഞ കടലിലും മാറ്റം അതേതുമില്ല, ഇതറിഞ്ഞ എന്നിലും മാറ്റം അതേതുമില്ല. എന്നാലും അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അമ്മേ. അറിവ് മാറ്റമാണ്, അല്ല മക്കളെ? അറിവ് മാറിക്കൊണ്ടിരിക്കും. പണ്ട് എന്താണ്, നിഘണ്ടു ഉണ്ടായിരുന്നു, പിന്നെ ഗൂഗിൾ വന്നു, ഇപ്പം AI, ChatGPT, ജെമിനി, മെറ്റ, എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ലേ? അപ്പം മാറ്റമേ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്, അല്ലേ? മാറ്റത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അറിവിന് മാറ്റം സംഭവിക്കുമെന്നാ പറയണേ. നമുക്കും നിനക്കും മാറ്റമില്ലെങ്കിലും അറിവുകൾക്ക് മാറ്റം സംഭവിക്കും. നിങ്ങൾ അറിവിൻ്റെ പിന്നാലെ പോകണം, സംശയത്തിന് പിന്നാലെ പോകണമെന്ന വിദ്യാർത്ഥികളോട് പറയുന്ന ചെറിയൊരു നാടകമാണിത്. കുഞ്ഞിന് കടലിന് പുറത്ത് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ കടലിനടിയിൽ തന്നെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു, അല്ലേ? അമ്മയുടെ ശരീരം മേലോട്ട് പൊന്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, ഈ അമ്മക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അമ്മക്ക് വയസ്സായല്ലേ? അപ്പം അമ്മ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞി തൻ്റെ യാത്രകളുടെ അനുഭവങ്ങൾ തികച്ചും പറഞ്ഞപ്പോൾ അമ്മക്ക് സന്തോഷമായി. തൻ്റെ മകൻ എന്തൊക്കെ ജീവിതങ്ങൾ അറിഞ്ഞത്, ഈ കടലിലെ ഒരു ജീവജാലങ്ങളും അറിയാത്ത വലിയ കാഴ്ചകൾ എൻ്റെ മകൻ കണ്ടു എന്ന സന്തോഷം ഈ അമ്മക്കുണ്ടായിരുന്നു. ഈ അമ്മക്ക് ശ്വാസം മുടാൻ തുടങ്ങി, വയസ്സായി. ഈ അമ്മ പതിയെ മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചു വീണ് മുകളിലേക്ക് ശരീരം പോവുകയാണ്. ആ സമയം അമ്മ പറഞ്ഞു, അമ്മ ഇന്നേരം കുഞ്ഞേ, നിന്നെ അമ്മ നീ അറിഞ്ഞ നേരിൽ കാണുന്നു. ഇന്നേ വരെ ഞാനായ കള്ളം മെല്ലെ ഇല്ലാതെയാകുന്നു, അല്ലേ? എൻ്റെ കള്ളം ഇതാ മെല്ലെ ഇല്ലാതെയാകുന്നു. ചാവാൻ നേരം ഞാൻ അടക്കമുള്ളതെല്ലാം നേരായിത്തീരുന്നു. കുഞ്ഞുമീൻ മേലോട്ട് പൊന്തുന്ന ചത്ത അമ്മ മീനിൻ്റെ ഗതകാലം കഴിഞ്ഞ കാലം ഓർത്ത് വർത്തമാനത്തിൽ തൻ്റെ ഭാവി കാണുമ്പോൾ മീനോളം കളി നിർത്താം, അല്ലേ? ജയപ്രകാശ് കുളൂര്. അപ്പോൾ യാത്രയെക്കുറിച്ച് തൻ്റെ മകൻ നേടിയ ഈ അത്ഭുതവഹമായ ഈ നേട്ടം കണ്ട്, അല്ലെ, തൻ്റെ മകനുണ്ടായി വലിയ നേട്ടം, യാത്രകളെ കണ്ട് അഭിമാനത്തോടു കൂടി അമ്മ മരിച്ചു വീഴാണ്. എപ്പം ഈ സംശയമാണ്, നമ്മുടെ അറിവാണ് നമ്മളെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു സുന്ദരമായ നാടകമാണ് ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം എന്ന് പറയുന്ന ഈ നാടകം. ഇനി നമുക്ക് ഈ നാടകത്തിൻ്റെ പ്രധാന ചോദ്യങ്ങളൊന്ന് പഠിച്ചാലോ? കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്ത്, അല്ലേ? കടൽ എന്താണ് എന്ന ചോദ്യത്തിന് അമ്മ പറയുന്ന മറുപടി എന്താണ് എന്ന ചോദ്യം നോക്കാം നമുക്ക്. കുട്ടി ചോദിച്ച ചോദ്യത്തിന് അമ്മ പല മീനുകളോടും ഉത്തരം തേടി നടന്നു. കാരണം എന്താ? കടൽ എന്താണെന്ന് കുട്ടി ചോദിച്ചു. അമ്മ ആ ചോദ്യത്തിന് ഉത്തരം പല മീനിനോട് തേടി നടന്നു. പലരും പല ഉത്തരങ്ങളാണ് നൽകിയത്. പല മീനും പല ഉത്തരങ്ങളും നൽകി. കോരയും ഏട്ടയും നിനക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. കടൽ എന്താണ് എന്ന് അന്വേഷിച്ചു പോകുന്നവർക്ക് തിരിച്ചു വരില്ലെന്നാണ് മുള്ളനും സ്രാവും പറഞ്ഞത്. കണ്ടമാനം കാണാത്ത മാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും നമ്മൾ തിരിച്ചറിയണം എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്ത മറുപടി. അപ്പം നമുക്കുള്ളിൽ കടലുണ്ട് എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമ്മളുള്ളിൽ വലിയ അനന്തമായ സാധ്യതയുണ്ട് എന്ന്, അറിവുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പാഠമാണ് മക്കളെ മീനോളം എന്ന് പറയുന്ന നാടകം. അടുത്തൊരു ചോദ്യം. താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാമാണ്, അല്ലേ? ഈ താൻ കണ്ട മാനത്തെക്കുറിച്ച്, താൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് കുഞ്ഞുമീൻ എന്താണ് അമ്മയോട് പറഞ്ഞത് നോക്കാം. നമ്മളാരും ഇന്നേ വരെ കാണാത്ത കടൽ മൊത്തം മൂടുന്ന മാനത്തെ ഞാൻ കണ്ട് ആസ്വദിച്ചു, അല്ലേ? നമ്മൾ ഇതുവരെ കാണാത്ത മാനത്തെ മുഴുവൻ ഞാൻ കണ്ട് ആസ്വദിച്ചു എന്ന് ഈ കുഞ്ഞുമീൻ പറയുകയാണ്. പഞ്ഞി പോലെ പാറിപ്പറക്കുന്ന മാനത്തെയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ആകാശത്ത് കണ്ണു നിറയെ ഞാൻ കണ്ടു, അല്ലേ? വലിയ താരകങ്ങൾ, നക്ഷത്രങ്ങൾ, ആകാശം, അല്ലേ? ഇതൊക്കെ കണ്ട് ഞാൻ വലിയ കാഴ്ചകൾ കണ്ടു എന്ന് പറയുന്നു. കടലിനടിയൊരു കൊച്ചുമീൻ എന്താണ് കടലെന്ന് അറിയാൻ വേണ്ടി നടത്തിയ യാത്ര. അപ്പോൾ കൊച്ചുകുട്ടി മനസ്സിലാവണം, കടൽ മാത്രമല്ല, ഈ ലോകമുണ്ട്, വലിയ പ്രപഞ്ചമുണ്ട്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, ആകാശങ്ങളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ ആ കുട്ടി അനുഭവിക്കുകയാണ്, ആ കുട്ടിയുടെ സംശയം കൊണ്ടുണ്ടായ അന്വേഷണത്താൽ. അടുത്തൊരു ചോദ്യം. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ തേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാൽ ഉമ്മ വയ്ക്കും. ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടുണ്ടാവുക? അപ്പം അമ്മ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. നിനക്ക് ഉത്തരം കിട്ടിയാലും
കടൽ എന്താണെന്ന ചോദ്യം ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും നീ എന്നെ തേടി വരണം, ഉമ്മ വയ്ക്കും. അമ്മയ്ക്ക് നിന്നെ ആലോചിച്ച് എപ്പോഴും അഭിമാനം ഉണ്ടാകുന്ന ഈ അമ്മ ഈ കുഞ്ഞുമീനോട് പറഞ്ഞപ്പോൾ കുഞ്ഞുമീൻ എന്തുണ്ടാവും? അഭിമാനം ഉണ്ടാവൂലേ? ആ അനുഭവം എന്താണെന്ന ചോദ്യം നോക്കാം. കടലിനെ പറ്റി അറിയാനുള്ള വ്യഗ്രതയുള്ള കുഞ്ഞിൻ്റെ മനസ്സാണ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ കടൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വ്യഗ്രതയുള്ള താല്പര്യമുള്ള കുഞ്ഞു മനസ്സിവിടെ കാണാൻ സാധിക്കും. ഏത് ആപത്തിൽപ്പെട്ടാലും കുഞ്ഞിനെ രക്ഷിക്കാനും താങ്ങായി നിൽക്കാനും അമ്മ ഉണ്ടാകുമെന്നൊരു വിശ്വാസം കുഞ്ഞിനുണ്ടായിരുന്നു. എത്ര പ്രശ്നത്തിൽപ്പെട്ടാലും തന്നെ രക്ഷിക്കാൻ തൻ്റെ അമ്മ ഉണ്ടാകുമെന്ന ഒരു വലിയ ചിന്ത ആ കുഞ്ഞിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. മകൻ എല്ലാവരുടെയും മുമ്പിൽ ജയിച്ച് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മയാണ് കുഞ്ഞിവിടെ കാണുന്നത്. അപ്പം മകൻ എല്ലാവരുടെ മുമ്പിൽ വിജയിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ നമുക്ക് ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ? റോക്കി ബേയുടെ അമ്മേനെ പോലെ എല്ലാ അമ്മമാരും നമുക്ക് അങ്ങനെ തന്നെയാണ്. തന്താനേ താനേ താനേ നാനേ അല്ലേ? ഇപ്പൊ തൻ്റെ കുഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം എന്താ? അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. അപ്പം അറിവായ അറിവെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ്. അപ്പം ഈ മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്താണ് എന്ന ചോദ്യം നോക്കാം നമുക്ക്. ലോകം മാറുകയാണ് ആദ്യം വേണ്ടത് എന്നറിയുകയും അംഗീകരിക്കുകയുമാണ്. പുതിയ തലമുറയ്ക്ക് എല്ലാ അർത്ഥത്തിലും വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? വിജ്ഞാനം, അറിവിൻ്റെ വാതിലുകൾ, അറിവ് ഇന്ന് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ആസ്വദിക്കുകയാണ് വേണ്ടത്. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ഉടൻ അറിയാം അല്ലേ? ലോകത്ത് എന്ത് സംഭവിച്ചാൽ നമുക്കത് ഉടനെ അറിയാൻ പറ്റും എന്താണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന്. അപ്പോൾ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് ആ ഞൊടി നേരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് അറിവ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, സാധ്യത കൂടി, ഇൻ്റർനെറ്റ് യുഗമാണ്. ചുറ്റും അറിവുണ്ടെന്ന് കരുതി അത് നമ്മിലേക്ക് ഇടിച്ചു കയറുകയില്ല. മാറുന്ന ലോകത്തെ കേരളത്തിൽ ഇരുന്ന് പ്രതിരോധിക്കാമെന്ന ചിന്തയും മാറണം അല്ലേ? സാങ്കേതിക വിദ്യകൾ മാറുന്നതനുസരിച്ച് ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയേ പറ്റൂ. അപ്പം ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളും മാറണം. ലോകത്തിൽ ChatGPT, മെറ്റ വന്നു അല്ലേ? പിന്നെ റോബോട്ടിക്സ് വന്നു, നാനോമിക്സ് വന്നു, ജീനോമിക്സ് വന്നു, ജെമിനി വന്നു. അപ്പോൾ നമ്മളും ഇതുപോലെ കാലത്തിനനുസരിച്ച് മാറണം, അറിവുകൾ തേടിപ്പോകണം. നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്ന അറിവിൻ്റെ സാധ്യതയെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇവിടെ നാടകത്തിൽ ആ മീന് എന്താണ് കടലെന്ന ചോദ്യവുമായി ലോകം മുഴുവൻ അലയാൻ പോവുകയാണ്. ആ കടൽ മുഴുവൻ നീന്തി ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതേപോലെ നിങ്ങളും ലോകം മുഴുവൻ കാണണം. കാഴ്ചകളിലൂടെ, ഉൾക്കാഴ്ചയിൽ നിന്നും പുറമേയുള്ള കാഴ്ചയിൽ നിന്നും ഹൃദയം കൊണ്ട് നിങ്ങൾ ലോകത്തെ കാണണം. അങ്ങനെ നിങ്ങൾ അറിവുകളിലൂടെ, ചോദ്യങ്ങളിലൂടെ വളർന്നു വലുതായി വലിയ ഉത്തരം കണ്ടെത്തുന്ന ആൾക്കാരായി മാറണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ജയപ്രകാശ് കുളൂർ മീനോളം എന്ന് പറയുന്ന ഈ സുന്ദരമായ ചെറിയ കുട്ടികളുടെ നാടകത്തിലൂടെ. ഈ കുട്ടികളുടെ നാടകത്തിലൂടെ നിങ്ങളോട് അദ്ദേഹം ഇത്തരത്തിലെ അന്വേഷണത്തിലൂടെ ഇറങ്ങൂ, അറിവ് നേടൂ, അങ്ങനെ നിങ്ങളെ തന്നെ അഭിമാനത്തിലൂടെ ലോകത്തിലെത്തിക്കൂ എന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സുന്ദരമായ അർത്ഥപൂർണമായ ഒരു നാടകമാണ് ഏത് മക്കളെ? നമ്മുടെ ഇത് മീനോളം. ഇപ്പം കൃത്യമായി പഠിക്കാം. ഈ ക്ലാസ്സിൽ നാടകം പഠിച്ചു, നാടകത്തിൻ്റെ ചോദ്യങ്ങൾ പഠിച്ചു. ഇപ്പം എല്ലാവരും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.